ഹലോ, നമ്മളിതാ ഇന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള പാടത്ത് കുറച്ച് മയിലുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയിലുകൾ വരാറുണ്ട്. ഒന്നോ രണ്ടെണ്ണമൊക്കെയാണ് വരാറ്. പക്ഷേ ഇന്നിതിപ്പോൾ ആദ്യമായിട്ട് ഒരു 5-6 എണ്ണം കൂട്ടത്തോടെ വന്നേക്കാണ്. അതും പീലി വിടർത്തി ആടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ല പീലി വിടർത്തി അവരിങ്ങനെ ആടുന്നുണ്ട്. അത് കാണാനായിട്ട് നമുക്കൊരു ഭാഗ്യം ഉണ്ടായി. ഇപ്പം 2 ആൺമയിലും ബാക്കി ഒരു 4-5 കുഞ്ഞ പെൺമയിലുകളാണുള്ളത്. അവരൊക്കെ തമ്മിൽ അടി കൂടുന്നുണ്ട് കേട്ടോ. പീലി വിടർത്തുമ്പോൾ ഒരു പ്രത്യേക ഒച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ പച്ചപ്പിൻ്റെ ഇടയിലായ കാരണം കറക്റ്റായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നാലാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ നേരം ഇതിങ്ങനെ ഇവിടെ കുറച്ചും കൂടി അടുത്തായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒച്ച കേട്ടപ്പോൾ അത് ബാക്കിലേക്ക് പോയതാണ് കൂട്ടത്തോടെ എല്ലാവരും കൂടിയിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ പാടത്തിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ടോ? അത് വേറൊന്നല്ല, നമ്മുടെ ശോഭ സിറ്റി അല്ലെങ്കിൽ ശോഭമൺ എന്ന് പറയില്ലേ, അതാണ്. അല്ല, ഞങ്ങൾക്ക് തൊട്ടടുത്താണ് ഏകദേശമൊക്കെ. കുറേ നേരമായിട്ട് ഇങ്ങനെ. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ. ചില സമയത്ത് ഇതാ ഈ മയിലുകളുടെ കൂട്ടത്തിൽ കുറുക്കന്മാരുണ്ടാവും. മയിലിനെ പിടിക്കാനായിട്ട് അതിൻ്റെ ചുറ്റിനിങ്ങനെ കുറുക്കന്മാർ വന്നിട്ട് കാണാം. പോയിട്ടിങ്ങ ഒച്ചയ്ക്ക് ഉണ്ടാക്കി കുറേ നേരം അവിടെ നിന്ന് കുറുക്കന്മാർ ഓടിക്കും. കുറുക്കന്മാരെ ഇവർ പറന്ന് കൊത്തും. അപ്പം എങ്ങനെയാണെന്നറിയില്ല. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ട്. പക്ഷെ കുറേ നേരം നമുക്കിങ്ങനെ എന്തോരം നേരം നിൽക്കാൻ പറ്റും. കുറുക്കനും മയിലും മുള്ളമ്പന്നിയും എല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. ചെറിയൊരു കാഴ്ച ബംഗ്ലാവായിട്ട് കൂട്ടാം. പിന്നെതാ ഒരു കാര്യം കൂടി. അപ്പം സൂട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മലമ്പാമ്പ് കൂടി ഉണ്ടെന്ന്. അമ്മ എന്താ പറയാണ്ടിരുന്നേന്ന് ചോദിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് മലമ്പാമ്പിന് ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഹസ്ബൻഡെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രളയം വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഇവിടെ ബണ്ടുണ്ട്. ബണ്ടിൽ നിന്ന് നീർനായകളൊക്കെ ഈ പറമ്പിലേക്ക് കയറി പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പിന്നെ അത് പോയി. എവിടേക്കാണ് പോയെന്നൊന്നും നമുക്കറിയില്ല. അത് തന്നെ പോയി. അതുപോലെ തന്നെ ഇതാ വേറൊരു കാര്യം, മഴക്കാലമായി കഴിഞ്ഞാൽ അതാ ഈ പാടത്തൊക്കെ ഫുള്ള് നിറച്ച് വെള്ളമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥലം ഒരു ചെറിയൊരു ദ്വീപ് പോലെയാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ എപ്പോഴെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാ ഇത്രയും നേരം എൻ്റെ ഈ കത്തി കേട്ടിരുന്ന, എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോനൊക്കെ ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ഇത് കുറച്ച്